വ്രതമെടുത്ത പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിയിടാനെത്തിയ വിശ്വാസികളെ കണ്ണീര് കുടിപ്പിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 100 രൂപ ഈടാക്കിയിട്ടും ബലിതർപ്പണത്തിന് വേണ്ട എള്ളും പൂവും ചന്ദനവും പോലും ദേവസ്വം ബോർഡ് ഒരുക്കിയില്ല. പരാതി പറഞ്ഞപ്പോൾ അടുത്തിരിക്കുന്ന ഇലയിൽ നിന്നെടുത്ത് പിണ്ടം വയ്ക്കാനായിരുന്നു മറുപടി. കൊല്ലം തിരുമുല്ലവാരത്താണ് ബലിതർപ്പണത്തിനെത്തിയ ഭക്തർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങിയത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJPയും ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയിട്ടുണ്ട്. സേവാഭാരതി പോലുള്ള സംഘടനകളെ ഇത്തരം ചടങ്ങുകളിൽ നിന്ന് അകറ്റി നിർത്താൻ വാശി കാണിക്കുന്ന ദേവസ്വം ബോർഡും അധികൃതരും ഈ വാക്കുകളൊന്ന് കേൾക്കണം. 5 മണിക്ക് ഇവിടുന്ന് ക്യൂ തുടങ്ങിയതാ. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 4ാമത്തെ കൗണ്ടറിനകത്ത് വരെ പ്രവേശിച്ച് 4 മണിക്കൂർ മഴ മൊത്തം നനഞ്ഞിട്ടാണ് അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞപ്പം 100 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലത്ത് 500 പേര്, അതിനകത്തുള്ളത് 500 പേരാ. എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ പിണ്ടം എടുത്ത് കർമ്മം ചെയ്യാൻ നമ്മൾ എങ്ങനെ സഹിക്കും? നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വ്രതം എടുത്ത് വരുന്നവരാ. അടുത്തിരിക്കുന്നവന്റെ പിണ്ടം എടുത്ത് കർമ്മം ചെയ്യാൻ. മനോജ് ചേരുകയാണ് വിവരങ്ങളുമായി. അതിനു മുൻപ് ഒരു പ്രതികരണം കൂടി പറയാ. അത് ആരണ്ടൊക്കെ ഒപ്പിടണമെന്ന്. നമ്മുടെ ഇന്ന് പൈസ മേടിക്കാൻ ഇവർക്ക് പറ്റുമല്ലോ, അത് തിരിച്ചു തരാൻ എന്താ ഇവർക്ക് ഉത്തരവാദിത്വമില്ല. ഇതെന്ത് കാണിക്കുന്നത് നോക്കിയേ. വേറെ ഓരോരുത്തരുടെ ഇലയെന്നെടുത്തിട്ട് ബലിയിടാനാ പറയുന്നത്. ഇതൊരിക്കലും ശരിയല്ല. 1 മണിയോട്ട് കോന്നിക്കുന്നവരുണ്ട്. പുലർച്ചെ ഞാൻ ചെയ്തില്ല, സഹോദരി ചെയ്ത്. ഒരു 5 മണിക്ക് ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ ക്യൂ അല്ല ഇവര് പറയണം, അല്ലെ ബോർഡ് വെക്കണം. ഇതിലെ കൂടെയാണ് ക്യൂ. ഇവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്നു, ഇവിടെ നിൽക്കുന്നു, അവിടെ കയറാനുള്ളവർ കയറിക്കൊണ്ടിരിക്കുന്നു. 5 മണി മുതല് 5 മണി കൊള്ളയടിക്കുന്ന ഒരു പരിപാടിയാണിത്. ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്ന പരിപാടിയത്. അല്ലാതെ ദേവസ്വം കൊണ്ട് കാശിന് മാത്രമേ ആവശ്യമുള്ളൂ. ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാം രാവിലെ വന്നിട്ട്. ഇതിനെതിരെ പ്രതികരിക്കണം എല്ലാവരും. വീട്ടിൽ നിന്ന് ഞങ്ങൾ 2 പേര് വന്നിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രതികരിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. ഇത് അടുത്ത പ്രാവശ്യം ഇതിനെ കാട്ടിയായിരിക്കും. സാധനം തീർന്നു പോയെന്ന് പറഞ്ഞു. അവിടുന്ന് ഇവർക്കൊരു ഉത്തരവാദിത്വമില്ല. ഇവിടുത്തെ സർക്കിളിന്റെ അടുത്ത് ചോദിച്ചാൽ സർക്കിൾ പറയാം എനിക്കറിഞ്ഞൂടാ, ഇതിലേക്കിടെ കയറിപ്പോയി. പിന്നെ എന്ത് ആരെടുത്ത് നമ്മൾ പരാതി പറയുന്നത്? നമ്മൾ വർഷങ്ങളോളം ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. ആ കടൽ തീരത്തെ അത് മാറ്റിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും തിരക്കൂടാകുന്നത് അത് ദേവസ്വം ബോർഡിന് കാശടിക്കാൻ വേണ്ടി അത് മാറ്റിക്കളഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. അല്ല വേറൊന്നുമല്ല. ഇതിനകത്ത് ഞങ്ങളുടെ പൈസ തിരിച്ചു ചോദിച്ചാൽ പറയാം ആരാണ്ട് ഒന്ന് ഒപ്പിടണമെന്ന്. മേടിക്കാൻ അവർക്ക് അറിയാവില്ല. ഇല്ല, അവർ സൗകര്യം ഉണ്ടാക്കി തരേണ്ട ഉത്തരവാദിത്വം അവർക്കുള്ളതല്ലയോ? ഈ ദേവസ്വം ബോർഡിനുള്ള ഇല്ലയോ? ഞങ്ങളുടെ ഇന്ന് പൈസ മേടിക്കുന്നതിന് ഞങ്ങൾക്കൂടെ ബലിയിടാൻ ഉത്തരവാദിത്വമായിട്ട് ഇരുത്തേണ്ട ചുമതല അവർക്കുള്ളതാണോ? മനോജ്, ദേവസ്വം ബോർഡിന്റെ ഗുരുതര അനാസ്ഥ ഇപ്പോഴെങ്കിലും ഉത്തരമുണ്ടോ? ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ബോർഡിന്? അനു, ഇന്ന് പുലർച്ചെ മുതലാണ് അവിടേക്ക് നിരവധി ആളുകൾ എത്തിയത്. ഈ 4 മണിക്ക് എത്തിയവരൊക്കെ തന്നെ മണിക്കൂറുകളോളം അങ്ങനെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. പോകുമ്പോൾ തന്നെ 100 രൂപയുടെ ഒരു കൂപ്പൺ കൊടുക്കും. കഴിഞ്ഞ വർഷം 75 രൂപയായിരുന്നത് 100 രൂപയാക്കി ഉയർത്തി. പിന്നീട് 100 രൂപയുടെ കൂപ്പൺ കൊടുത്ത ശേഷമാണ് ബലിതർപ്പണത്തിനായുള്ള എല്ലാ സൗകര്യവുമുണ്ട് എന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇവിടെ എത്തിയ ഓരോരുത്തർക്കും അനുഭവപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ തന്നെ കേട്ടു. ഇത്രയും നേരമായിട്ടും, അതായത് ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനുവേണ്ട പുതിയ സംവിധാനങ്ങളൊന്നും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് കൂടുതൽ പോലീസിനെ അങ്ങോട്ടേക്ക് എത്തിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങളൊന്നും പുതുതായി ഒന്നും ഒരുക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ തരത്തിലൊരു പ്രചരണമുണ്ടായിരുന്നു. അതായത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ എല്ലാ തരത്തിലും ബലിതർപ്പണത്തിനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്കായി ഉണ്ട് എന്നുള്ളത്. എന്നാൽ മറ്റ് സംഘടനകളോ അതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കോ, അതായത് കഴിഞ്ഞ വർഷം വരെ ഈ പ്രദേശവാസികളൊക്കെ ചേർന്നുകൊണ്ട് അവിടെ ചെറിയ രീതിയിലൊക്കെ എത്തുന്നവർക്ക് ബലിയർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമായിരുന്നു. സംഘടനകൾ, സേവാഭാരതി അടക്കമുള്ള സംഘടനകളൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സംഘടനയും അല്ലെങ്കിൽ അങ്ങനെ പ്രദേശവാസികളുടെ ഒരു തരത്തിലുള്ള പ്രവർത്തനവും അവിടെ വേണ്ട, എല്ലാം ദേവസ്വം ബോർഡ് തന്നെ ചെയ്തോളാമെന്നുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീടാണ് അവിടേക്ക് എത്തുന്ന ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് മണിക്കൂറുകളോളം നിന്ന ശേഷം അവിടെ എത്തി ബലിതർപ്പണത്തിനായി ഇരുന്നാൽ പോലും ബലിയർപ്പിക്കുവാനുള്ള ദ്രവ്യം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഓരോരുത്തരും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. നിരവധി പേർ അവിടെ നിന്നും മടങ്ങിപ്പോകേണ്ട, അതായത് നിന്നിട്ടും അവർക്കൊക്കെ തന്നെ ബലിയർപ്പിക്കാൻ പറ്റാതെ വന്നു. അവരൊക്കെ സങ്കടത്തോടു കൂടി മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവരാണ് നമ്മളോടുകൂടി പ്രതികരിച്ചത്. അതിനുശേഷം വന്ന നിരവധി പേർക്കും ഇത് തന്നെയാണ് അവസ്ഥ. പുലർച്ചെ വന്നവർക്കാണ് രാവിലെ 10 മണിയായിട്ട് പോലും ബലിയർപ്പിക്കാൻ പറ്റാത്തത്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ കേന്ദ്രമാണ് തിരുമുല്ലവാരം. എന്നാൽ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ഹിന്ദു ഐക്യവേദിയുടെയും BJPയുടെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി.